ഹായ്, ചെങ്ങാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു കൃഷീൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു 65 സെൻറ്റ് സ്ഥലത്ത് വയലാണ്. ആ വയലെന്ന് പറയുമ്പോൾ 8 മാസവും അതിൽ വെള്ളം മൂടി കിടക്കുന്ന ഒരു വയലാണ്. വേറെ കൃഷിയൊന്നുമില്ല. അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേനും അത് ഏകദേശം വെള്ളമൊക്കെ പറ്റും. ആ പറ്റിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു കൃഷി ഇറക്കിയതാണ്. ആ കൃഷി വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ബൈ. ഇത് ഞങ്ങൾ ഒരു 65 സെൻറ്റ് സ്ഥലത്തിനകത്ത് വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പയറുണ്ട്, പച്ചമുളകുണ്ട്, വഴുതനയുണ്ട്, കണ്ണിവെള്ളരിയുണ്ട്, സാദാ വെള്ളരിയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, മില്ലറ്റുണ്ട്, കയ്പയുണ്ട്, പടവലമുണ്ട്. അങ്ങനെ നിരവധി കൃഷികളാണ് ഞങ്ങൾ ഈ 65 സെൻറ്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ 10ഓളം അംഗങ്ങളുണ്ട്. വൈകുന്നേരം ഞങ്ങൾ നനയ്ക്കും. എല്ലാവർക്കും എത്താൻ പറ്റിയതും കുറേ പേര് വരും. വൈകുന്നേരം നനയ്ക്കും. രാവിലെ ഞങ്ങൾ മറ്റു പണികളൊക്കെ ഞങ്ങൾ രാവിലെ ചെയ്യും. ഇത് നമ്മൾ കണിവെള്ളരി നട്ടിരിക്കുകയാണ്. ഈ കണിവെള്ളരി നടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ വയൽ മുഴുവൻ വെള്ളമായിരുന്നു. അപ്പോൾ ഈ വെള്ളം പറ്റിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചാൽ ട്രാക്ടർ ഉപയോഗിച്ച് ഇവിടുത്തെ മണ്ണ് കംപ്ലീറ്റ് ഉഴുത് ഞങ്ങൾ ലെവലാക്കി. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ട്രാക്ടർ കൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കട്ടകൾ മുഴുവൻ പൊടിച്ച് നല്ല മണ്ണാക്കി. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഏരികൾ കംപ്ലീറ്റ് മാടിയെടുത്തു. ഈ ഏരി മാടിയതിന് ശേഷം ഞാനിപ്പോൾ കണിവെള്ളരിയാണ് നിങ്ങളെ കാണിക്കുന്നത്. കണിവെള്ളരി നട്ടു. കണിവെള്ളരി കുഞ്ഞ് കായകളൊക്കെ വന്നു തുടങ്ങി. നിറയെ പൂക്കളുണ്ട്. ഇവിടെ എല്ലാം കായ്കൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷു ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് കണിവെള്ളരി കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കണിവെള്ളരിക്ക് നല്ല ശക്തിയായിട്ടാണ് ഇത് പറയുന്നത്. ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്, ഈ കണിവെള്ളരി കൃഷി ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വിത്താണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. രണ്ടാമത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഇത് കൃഷി രീതി നമ്മൾ കണിവെള്ളരി കൃത്യമായിട്ട് ഞങ്ങൾ ഇതേപോലെ ഏരി പോലെ മണ്ണ് 2 ഭാഗത്തു നിന്നും നന്നായിട്ട് കയറ്റി ഏരി പോലെ ഞങ്ങൾ പറ്റി. അങ്ങനെ ആ ഏരി പറ്റിയതിന് ശേഷം ഞങ്ങൾ കുമ്മായി ഇട്ടു. കുമ്മായിച്ച് ഞങ്ങൾ ഡോളോമിറ്റ് ഇട്ട്, കാരണം പെട്ടെന്ന് കൃഷി ഇറക്കാൻ വേണ്ടി 5 ദിവസം മതി ഡോളോമിറ്റ് ആകുമ്പോൾ pH ലെവൽ കൃത്യമാക്കാൻ വേണ്ടി ഞങ്ങൾ ഡോളോമിറ്റ് ഇട്ടു. അപ്പോൾ ഡോളോമിറ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾ pH ലെവലൊക്കെ നോക്കി. pH 6.5, 7 ഒക്കെയാണ് pH വന്നിരിക്കുന്നത്. അപ്പം ഗുഡ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ചാണകവും ഉണങ്ങിയ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലുപൊടിയോട് കൂടി മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ ഈ ഏരിയയിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇത് ഏരി കംപ്ലീറ്റ് ഞങ്ങൾ ഈ വളം ഇട്ട് കൊടുത്തു. ആ അടിവളത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ കണിവെള്ളരി നട്ടത്. അപ്പം കണിവെള്ളരി വേഗം ഇത് മുളയ്ക്കുകയും കാരണം ശക്തിയായിട്ട് ഇത് വളരുകയും ചെയ്തു. ഇപ്പം ഇനി ഇതിങ്ങനെ പടർന്ന് ഈ മേഖലയിലേക്കൊക്കെ മുഴുവൻ ഇങ്ങനെ കണിവെള്ളരി പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇനി ഇതിന് ചെയ്തിരിക്കുന്നത്, നമ്മൾ വൈകുന്നേരമാണ് നനയ്ക്കുന്നത്. ഈ ഒരു വളമാണ് ഞങ്ങൾ ഫസ്റ്റ് അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ അടിവളത്തിന് ശേഷം പിന്നെ ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ പറയാം. മുളച്ച് നമ്മളൊരു 3 ഇല 4 ഇല ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇതിന് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു ജൈവ കീടനാശിനിയുണ്ട്. ആ ജൈവ കീടനാശിനി സമ്പൂർണ്ണം ഞങ്ങൾ അടിച്ചു. അപ്പോൾ സമ്പൂർണ്ണം അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചെടികൾ നട്ട്, പ്രത്യേകിച്ച് തൈകളാണെങ്കിൽ ഒരു 10-15 ദിവസത്തിനകം നമ്മൾ ഈ സമ്പൂർണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇതിന് കീടബാധ്യത വരില്ല. പിന്നെ അടുത്ത് 30-ാമത്തെ ദിവസം, 45-ാമത്തെ ദിവസം, 60-ാമത്തെ ദിവസം അങ്ങനെ സമ്പൂർണ്ണം അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിന് കീടബാധ്യത നമുക്ക് വരില്ല. പിന്നെ ഞങ്ങൾ ഒരു ഇത് നട്ടതിന് ശേഷം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് നന്നായിട്ട് വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ്. കാരണം കണിവെള്ളരിക്ക് നമുക്കറിയാലോ, അതിനകത്തൊരു ഏകദേശം 70% കണിവെള്ളരി വെള്ളമായിരിക്കും. അപ്പം നമുക്ക് ഈ കണിവെള്ളരിക്ക് നന്നായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ സൂഡോമോണസ് 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഞങ്ങൾ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. കാരണം ഈ പൂക്കളൊക്കെ വന്നു തുടങ്ങി. ഈ പൂക്കളൊക്കെ കായ്കളാകുവാനും ഉള്ള പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും നമുക്ക് ഏറ്റവും നല്ലത് സൂഡോമോണസ് ആണ്. അത് പ്രത്യേക ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആയതിനാൽ നമുക്കത് തളിച്ചു കൊടുത്താൽ നമുക്ക് നന്നായിരിക്കും. അപ്പം നമ്മൾ വിഷുവിനോടനുബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള ജൈവ രീതിയിലുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ
ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളത്തോട്ടം സൃഷ്ടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് ഇത് ചെറിയ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.